ഹായ്, നേരത്തെ റീലിൽ നമ്മൾ പങ്കായത്തു നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഈ റീലിൽ നമ്മൾ വേളിയിലേക്ക് വന്നേക്കാണ്. ഇതൊക്കെയാണ് അവിടുത്തെ ടിക്കറ്റും അതിൻ്റെ വിലകളൊക്കെ. നിങ്ങൾക്കൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാം. അച്ഛൻ നമുക്ക് 4 പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളങ്ങനെ ഉള്ളിൽ കയറി. അപ്പം ഞാൻ സ്വതവേ ഒരു ജനറൽ ടോക്ക് ഞാൻ കേട്ടേക്കണത് തെക്കര് കുറച്ച് സീനാണ്, കുറച്ച് റൂഡാണ് എന്നൊക്കെയാണ്. ഞാൻ ജോലിക്ക് വന്നതിന് ശേഷവും കുറേ ആൾക്കാരൊക്കെ അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണല്ലോ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആൾക്കാരൊക്കെ ഭയങ്കര വെൽക്കമിങ്. ഈവൻ ഇവിടെ വീട്ടിലാണെങ്കിലും ഇപ്പം നമ്മൾ റാൻഡം നാട്ടുകാരെ കാണുമ്പോഴും നല്ല വെൽക്കമിങ്ങും നല്ല ആൾക്കാരായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നമോ റൂഡായിട്ടുള്ളതോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മേ ബി ഓരോരുത്തരുടെ ക്യാരക്ടർ കാരണമാവും നമുക്കങ്ങനെ തോന്നുന്നത്. പക്ഷെ അങ്ങനെ ജനറലൈസ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ആ ഫ്ലോട്ടിംഗ് പാലത്തിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണല്ലോ, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ ഈ ട്രിവാൻഡ്രം വന്നതിന് ശേഷം ഇവിടെ മിക്കവാറും ഇവരുടെയൊക്കെ മിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വീക്കെൻഡും എന്നെ ട്രിവാൻഡ്രം ചുറ്റി കാണിക്കുക എന്നാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്തായാലും എനിക്കൊരു സാധനം അവിടെ നിന്ന് മേടിച്ചു തരും എന്നുള്ള ഉറപ്പിൽ അച്ഛൻ അങ്ങനെ മേടിച്ചു. ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആ ചേട്ടൻ സ്വാപ്പ് ചെയ്തിട്ട് എനിക്ക് ഫ്രൂട്ടി തന്നു. പിന്നെ ഞാനൊരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ ഗ്ലാസ് നമ്മൾ എത്ര ഇട്ടാലും ഒരു 5 8 നിലത്ത് വീണം ഒരിക്കലും വീഴില്ല. ഗ്ലാസ് വീഴും, പക്ഷെ ഉരുണ്ടും നിലത്ത് വീഴുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ്. പിന്നെ നമ്മളവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. സ്പീഡ് ബോട്ടും സഫാരി ബോട്ടും ആണുള്ളത്. സ്പീഡ് ബോട്ടിൽ എനിക്കും രോഹിത്തിനും കുറച്ച് പേടിയുള്ളതുകൊണ്ട് നമ്മൾ സഫാരി ബോട്ടാണ് പോയത്. നല്ല ക്യൂവും നല്ല തിരക്കുണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ ചോട്ടിലൊക്കെ എനിക്കിരിക്കുമ്പോൾ കാക്ക തൂറുമെന്ന് എനിക്ക് ടെൻഷൻ വരാറുണ്ട്. അങ്ങനെ ക്യൂവിലിരുന്ന് വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ഊഴെത്തി. അമ്മ അച്ഛനും കയറിയില്ല. അവരങ്ങനെ നമ്മളെ കാത്ത്, സ്കൂൾ വിട്ട കുട്ടികളെ കാത്ത് അമ്മ അച്ഛനും ഇരിക്കണ പോലെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ബോട്ടിൻ്റെ ഉള്ളിൽ കയറി. ഈ സഫാരി ബോട്ടിനൊരു പ്രശ്നമുണ്ട്, സ്പീഡ് ബോട്ടിനും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കായലിങ്ങനെ ഇത് വരും. നമ്മൾ ഇറങ്ങാറാവെന്ന് വിചാരിക്കും, പക്ഷെ ഇറങ്ങാറാവില്ല. പിന്നെ ഈ കണ്ട കാഴ്ച വീണ്ടും കാണിക്കും. അതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ കാഴ്ച കുറച്ച് ബോറിംഗ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ലതായിരുന്നു. ചെറിയൊരു സൺസെറ്റ് ആവാറൊക്കെ ആയ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കായലും കടലും ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ഇത്ര ഈ വേളി. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് ബീച്ചും ഉണ്ട്. അച്ഛനങ്ങനെ കാത്തിരുന്ന് ബോറടിച്ച് നമ്മളെത്തിയപ്പോൾ സൂപ്പറായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നല്ല ദിവസമായിരുന്നു. അപ്പോൾ ബൈ.